ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ എന്തോ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ഇവർ സൈലൻസ് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയൊരു തീരുമാനം ഇവർ എടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ എടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ എന്തോ അവസാനിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനർജി ഇപ്പോഴും ഹെവിയാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കാർമിക് സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കും ഈ ഒരു സമയം എടുക്കുന്നത് എന്നുള്ള ആ ഒരു ഹോപ്പ് ഇവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ ഇവർ എന്ത് ആക്ഷൻ എടുത്താലും അത് ശരിയാണ് എന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇവിടെ മാരേജ് ലൈഫിൽ പ്രശ്നം നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡുമായിട്ട് ഭയങ്കര പ്രശ്നം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സിംഗിൾ ആണെങ്കിൽ ഇവരുടെ പേരൻസിൻ്റെ കൂടെ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് യൂണിയനാണ്, അതാണ് പൂർണ്ണമാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായിരിക്കും അവസാനിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അതായിരിക്കും അവസാനിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലത്തെ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്നില്ല, ആ ഒരു കമ്മിറ്റ്മെൻ്റാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഇവർ സ്വയം ദുഃഖത്തിലാണ് ഇവരുടെ തന്നെ തീരുമാനത്തിൽ. കാരണം ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി തേർഡ് പാർട്ടി അവസാനിപ്പിച്ചു. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അത് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു പേഴ്സന് വിഷമമാവും. കാരണം വർഷങ്ങളായിട്ട് അവരുടെ ജനിപ്പിച്ച അച്ഛനും അമ്മയാണ്, അവരെയാണ് വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ഇവർ തീരുമാനം എടുക്കുമ്പോൾ ഇവർക്ക് ദുഃഖത്തിൽ വരും എന്തായാലും. ഈ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവരെ വിട്ടുകളയണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിട്ടുകളയണം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്തായാലും ഇവർക്ക് വിഷമവും സഫറിങ്ങും ഉണ്ടാകും. കാരണം രണ്ട് സിറ്റുവേഷനും ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇവരെ തന്നെ വളരെയധികം ശക്തരാക്കിയിരിക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഡിസിഷൻ എടുക്കുന്നത് ഫാമിലിയെ മനസ്സ് വേദനിപ്പിച്ചിട്ടായിരിക്കും. ആൾക്കാർ, സൊസൈറ്റി, ഫാമിലി അവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഒരാളെ വിട്ടുകളഞ്ഞാൽ ഒരാൾ കല്യാണം കഴിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്തായാലും ഒരാളെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണോ, എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണോ അവരെല്ലാം ഈ ഒരു ടൈം പീരീഡിൽ റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന സമയം ഒത്തിരി യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ കാർഡുകൾ പറയുന്നത് എനർജി നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത് എന്നാണ്. ായിട്ടുള്ള സ്നേഹം ഉറപ്പായിട്ടും ജയിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ സത്യസന്ധമായിട്ടുള്ളതും ആത്മാർത്ഥവുമായിട്ടുള്ള സ്നേഹമാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം വിജയിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി റിലീസായി പോകും. ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് എങ്കിൽ മാരേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വരാൻ പോകുന്ന സമയം നിങ്ങൾക്കിടയിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കൺവെർസേഷൻ, ഒരു സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണോ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ വരാൻ പോകുന്ന സമയം ഇവരുടെ എനർജി വളരെ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ ഫാമിലിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നതായിട്ട്, പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈമിൽ ഈഗോ വളരെ കൂടുതലാണ് നിങ്ങളുടെ പേഴ്സണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എൻഡിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുകയാണ് എങ്കിൽ ഒരു സിറ്റുവേഷൻ എൻഡാകും, ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ അടുത്തില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്നാണ് ആഗ്രഹം. ഇവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർ.
അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് വരാൻ പോകുന്ന സമയം യൂണിയൻ ആകും എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. നിങ്ങൾക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 7 ആണ്. 7 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് യൂണിയൻ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് വഴക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒബ്സ്റ്റിക്കിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി ഒബ്സ്റ്റിക്കിൾസ് വന്നവരാണ് എങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഇനി വരാൻ പോകുന്ന സമയം വരാൻ പോവുകയാണ് തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് വളരെ കുറവായിരിക്കും. ഇവരുടെ ഭാഗത്തുനിന്ന് ഇമോഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഇവരോട് ആവശ്യമില്ലാതെ വഴക്കിടാനൊന്നും പോവരുത്. ചിലപ്പോൾ ദേഷ്യം ആ ഒരു ഇമോഷനായിരിക്കും കൂടുതലായിട്ട് കാണുക. അപ്പോൾ വഴക്കിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ വരാൻ പോകുന്ന 2 ദിവസം കുറച്ച് ഹെവി എനർജി ആയിരിക്കും നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. 2 ദിവസം കഴിയുമ്പോൾ എനർജി ബാലൻസ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് നോട്ട് ദ റൈറ്റ് ടൈം. ഇത് ശരിയായ ടൈം അല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുന്നേ 2 പ്രാവശ്യം ചിന്തിക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലെറ്റ് ഗോ ചെയ്യുക. ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റും ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്മെൻറ്റ് ഈ ഒരു ടൈം പീരീഡിൽ വേണ്ട. ബാലൻസ് ആയിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കുഴപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്യുക. ഫൈനാൻഷ്യലി നല്ലൊരു ടൈമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.